എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ രാത്രിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ AMCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള ഡേറ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ, അതായത് എന്തെങ്കിലും ഈ ഒരു ഡേറ്റിൽ മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് വെബ്സൈറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ AMCS FNCK BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതുപോലെ MSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന ശേഷം ഏകദേശം ഓഗസ്റ്റ് 6 വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള സൗകര്യം ഈ ഒരു AMCS FNCK വഴി ലഭ്യമായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ നിലവിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ മാത്രമാണ് 25,000 രൂപ പാർഷ്യൽ ഫീസ്, അതായത് പാർഷ്യൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ആകെ ഫീസിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഫീസാണ്, അതായത് ഏകദേശം 25% ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത്. അതായത് 25,000 രൂപയാണ് വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റിനത്തിൽ ആദ്യഘട്ടത്തിൽ അടക്കേണ്ടി വരിക. ബാക്കി അഡ്മിഷൻ ടൈമിലാണ് അടക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാൻഡേറ്ററി ഫീസായിട്ടുള്ള 25,000 രൂപ അടച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യേണ്ടതാണ്. കൺഫേം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഹയർ ഓപ്ഷനിലേക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ ആദ്യം ലഭിച്ചത് നഷ്ടപ്പെടുകയും പിന്നീട് ഹയർ ഓപ്ഷനിലായിട്ട് ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ, അതായത് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് മാറുന്നതും ആണ്. അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ അടച്ചിട്ടുള്ള ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഓൾറെഡി ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ട്, അതുപോലെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാതെ കൺഫേം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ്, അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഫസ്റ്റിൽ എന്ന് കരുതുക. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സിലേക്ക് തന്നെ പഠിച്ചാൽ മതി, അതായത് ആ ഒരു കോളേജിൽ തന്നെ മതി. ഈ ഒരു ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള 1, 2, 3, 4, 5 ആ ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടേണ്ടതില്ല എന്നുള്ളത് പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു ഹയർ ഓപ്ഷനിൽ ഏതെങ്കിലും കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ആദ്യം ലഭിച്ചത് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ തന്നെ സ്ഥിര പ്രവേശനം എടുക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതിനുശേഷം നിങ്ങൾക്ക് 8-ാം തീയതിയാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാത്രമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിലവിൽ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ഒരു തവണ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പുതുതായിട്ട് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ മാത്രമാണ്
ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് നാളെ രാത്രിയോടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ AMCS FNCK വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്യാനും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.